ഹലോ മൈക്ക് ടെസ്റ്റിംഗ് പോകത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റേ ഗ്ലൗസും കൊണ്ട് എടുക്കട്ടെ. ഗ്ലൗസ് മുഖ്യം. നല്ല ചൂടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കാനും സാധനങ്ങളൊക്കെ കയ്യിലോട്ടൊക്കെ എടുത്ത് വയ്ക്കാൻ മേത്തിടാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ റൈഡറായി പോയതുകൊണ്ട് ഇതൊക്കെ ഇവിടെ എല്ലാവരും ഒരു നിക്കറും ഒരു ബനിയനും മാത്രം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ പൊന്നോ നടക്കുന്നത്. പക്ഷേ റൈഡർ ലൈഫ് യെസ് വി ക്യാൻ ഡു ഇറ്റ്. ഇന്ന് 2 മണിക്കൂർ റൈഡും കൂടെ ഉണ്ട്. എത്ര മിനിറ്റ് കാണിക്കണം? ക്യാമറയുടെ ആംഗിൾ ശരിയാണ്. എത്ര മിനിറ്റ് കാണിക്കണം? 2 മണിക്കൂർ റൈഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു സംഭവബഹുലമായ റൈഡായിരുന്നു. ഒരു ഡേ 1 ഇൻ ശ്രീലങ്ക. പിന്നെ വണ്ടി ഓടിക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, പ്രത്യേകിച്ചും ബൈക്ക് ഓടിക്കാത്തതുകൊണ്ട് എൻ്റേതായ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാണുമ്പോൾ ഇവൻ വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യ, ഇവന് ട്രാഫിക് നിയമങ്ങൾ അറിയാൻ വയ്യ, ഇവന് പലതും അറിയാൻ എവിടെയെല്ലാം മറന്നിട്ടുണ്ട്. കൊണ്ടുവരാം. ബാഗ് എടുത്തില്ലേ? ബാഗ് എടുത്ത്, പേഴ്സ് എടുത്തു, മൊബൈൽ എടുത്തു, ആക്ഷൻ ക്യാമറ എടുത്തു. അഴിഞ്ഞു പോകല്ലേ. ക്യാമറയുടെ ആംഗിൾ എങ്ങനെയുണ്ട്? അതൊന്നോ ക്യാമറയുടെ ആംഗിൾ ഭയങ്കര ഹോട്ടലിൽ പോകുമ്പോൾ അറിയാം. മൈക്കിൻ്റെ താടി മുട്ടുന്നുണ്ട്, അതിൻ്റെ സംഭവം വീട്ടിൽ പോകുമ്പോൾ അറിയാം. എനിവേ, പണ്ടാരൊന്ന് താഴത്ത് പോകണ്ടിരുന്നാൽ മതി. റെക്കോർഡ് ചെയ്യുന്നുണ്ടാവോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ 10 മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. 10 മണിക്കത്തെ ഫ്ലൈറ്റ് എനിക്ക് ഇതൊക്കെ ക്ലിപ്പ് ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല. 10 മണിക്കത്തെ ഫ്ലൈറ്റ് എനിക്ക് ലേറ്റായി. ഫ്ലൈറ്റ് വന്നപ്പോഴത്തേക്കും 12 മണിയായി. 2 മണിക്കൂർ. എൻ്റെ വളരെ അംബിഷ്യസ് പ്ലാനായിരുന്നു. രാവിലെ എണീറ്റിട്ട് 4:30 ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ പോവുക. അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് ഓട്ടോ പിടിച്ച് കുതിരയാണ് പോണിയാണോ എനിക്കറിയത്തില്ല. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് എയർപോർട്ടിൽ പോയി അവിടുന്ന് വിമാനം കയറി പോകാനുള്ള ഇക്കണോമിക് പ്ലാനായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ. അങ്ങനെ അവിടെ പോകാൻ പോസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഈ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് അവസാനം ഞാനൊരു അംബിഷ്യസ് ഡേ 1 പ്ലാനാണ് ഞാൻ തീരുമാനിച്ചത്. ഈ അതെന്തുകൊണ്ടാണെന്ന് പിന്നെ എപ്പോഴെങ്കിലും പറയാം. 45. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. അപ്പം എനിക്ക് നേരത്തെ കൊളംബോയിൽ എത്തണമായിരുന്നു ഈ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്യും. പക്ഷെ 2 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് അതെന്തായാലും മുഞ്ചി കിട്ടി. വണ്ടി അരഞ്ചാടല്ലേ എനിക്ക്. അങ്ങനെ കൊളംബോ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ATM കാർഡിൻ്റെ ഉള്ളിൽ കുടുങ്ങി. എൻ്റെ ബാങ്കിൻ്റെ ആളെ വിളിക്കേണ്ടി വന്നു. അയാൾ ATM കാർഡ് എടുത്ത് തന്നു. പിന്നെ എനിക്കൊരു സിം കിട്ടി. പക്ഷേ എൻ്റെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്തില്ല. ഓട്ടോക്കാരന് വഴി അറിയത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് എൻ്റെ ബൈക്ക് റെൻറ്റിൻ്റെ അങ്ങോട്ടുള്ള വഴിയിൽ പോയി. ആ ബൈക്ക് റെൻറ്റിന് അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് എക്സ്പൾസാണ്. ഞാൻ കഴിഞ്ഞ 3-4 മാസം മുന്നേ എക്സ്പൾസ് ഞാൻ ബുക്ക് ചെയ്തതാണ്. അവരോടൊക്കെ പറഞ്ഞതാണ്, ഭണ്ഡാരക്കാരനോട് എനിക്ക് എക്സ്പൾസ് വേണം. എനിക്ക് തോന്നുന്നു എക്സ്പൾസ് എന്തോ പറ്റിയെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഞാൻ ഈ എക്സ്പൾസ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പുള്ളിക്ക് എന്നെ നിരാശപ്പെടുത്താൻ തോന്നുന്നില്ലേ എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും ദിസ് ബേബി ഹോണ്ട ഹോർണറ്റ് ചാടല്ലേ, ഹോണ്ട ഹോർണറ്റ് ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഒട്ടും ഇഷ്ടം. ചില സിനിമകളിലെ കണ്ടില്ല, നമുക്ക് ഒട്ടും ചേരാത്ത രണ്ടാളുകളൊന്നും ഒന്നിക്കേണ്ട അവസ്ഥ വരിക, അതുപോലത്തെ സംഭവമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്ത് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഇവിടുത്തെ ഒരു ഇടക്കാല ആശ്വാസ സ്ഥലം തോന്നുന്നു, വിശ്രമ കേന്ദ്രം.
പിന്നെ കിട്ടിയത് എനിക്ക് തർക്കിക്കാനൊന്നും സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ കയ്യിൽ ബൈക്കും ഇല്ല. അവരുള്ള കാര്യം പറഞ്ഞു. അവരുടെ കയ്യിൽ പാവം ഉണ്ടായിരുന്ന എക്സ്പ്രസിന് എഞ്ചിൻ പണിയായിട്ട് അകത്ത് കിടപ്പുണ്ട്. പിന്നെ വെറുതെ അവിടെ കിടന്ന് തർക്കം. എനിക്കിപ്പം പുതിയ സ്ഥലത്തുനിന്ന് ബൈക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ 4 ചീത്ത പറഞ്ഞിട്ട് ഞാൻ ഹോണ്ട ഹോർണറ്റും എടുത്തുകൊണ്ട് വന്നു. അവന് ഗുണമുണ്ടായി. ഈ സാധനത്തിന് മറ്റേതിന് $18 പെർ ഡേ, എക്സ്പൾസിന് ഇതിന് 15. അപ്പം അത് അങ്ങനത്തെ ഒരു ഡിസ്കൗണ്ട് കിട്ടി. എന്നിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഈ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് നിന്നൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്ത് ഒരൊറ്റ വിടലായിരുന്നു. 40-45 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് ഞാൻ ഓടിച്ചു. അങ്ങനെ ഓടിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ മനസ്സൊന്ന് കാമായി. അങ്ങനെ ഞാൻ ഒരു കരിക്ക് കുടിച്ചു. അപ്പോൾ മനസ്സ് കുറേ ശാന്തമായി. അത് ഞാൻ ആ ഒരു ടൂറിൻ്റെ ഒരു സെറ്റിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ മൊബൈലിൽ ഇൻ്റർനെറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്നെ അലട്ടുന്നുണ്ടായിരുന്നു, ഇൻ്റർനെറ്റ്, പിന്നെ മൊബൈലിൻ്റെ ചാർജ്. അപ്പോൾ അതിന് എനിക്കൊരു ബാറ്ററി ബാങ്ക് കിട്ടി. എന്തിനാ ലൈറ്റ് അടിച്ച് തന്നെ പോലീസ് ചെക്കിങ് ഉണ്ടാ. അപ്പോൾ അതിനെനിക്കൊരു ബാറ്ററി ബാങ്ക് കിട്ടി. അപ്പോൾ അതും സോൾവ് ആയി. അങ്ങനെ പതിയെ സംഗതികളൊക്കെ സോൾവ് ആയ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ക്യാമറയും ഘടിപ്പിച്ച് അങ്ങനെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഭാഷ ഒഴിച്ചാൽ ബാക്കി എല്ലാം കേരളത്തിൽ കൂടെ ഓടിക്കുന്ന പോലെയാണ്. എൻ്റെ വീടിൻ്റെ അരിപ്പറമ്പ് ആ ഭാഗത്തോടൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. യാതൊരുവിധ വ്യത്യാസമില്ല. എനിക്ക് വേറൊരു രാജ്യത്തുമായിട്ട് അവിടെ ബൈക്ക് ഓടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ പലചരക്ക് വാങ്ങാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും പോണ ഒരു പോക്കായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇത്ര നേരം ഗ്ലൗസൊന്നും ഇല്ലാതെ ഓടിച്ചത്. എന്നിട്ട് ആ റൈഡിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗ്ലൗസും ക്യാമറ ഒക്കെ എടുത്ത് വെച്ചത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ് തോന്നുന്നു, പ്രൈവറ്റ് ബസ്. പിന്നെ പ്രാഥമിക നിഗമനം, ശ്രീലങ്കയുടെ ഡ്രൈവിംഗ് ആൾക്കാർ കുറേ കൂടെ നിയമം പാലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റോഡുകൾ കുറച്ചും കൂടെ വൃത്തിയുണ്ട്. റോഡുകൾ കുറച്ചും കൂടെ വൃത്തിയുണ്ട്. അപ്പം ആൾക്കാർ കുറച്ചും കൂടെ നിയമം പാലിക്കും. എന്തിനേലും റോഡിൽ നിന്ന് സിക്സാക്ക് വരച്ച് വെച്ചേക്കുന്ന ആവശ്യമില്ല. എന്താണ് ആൾക്ക് സിഗ്നൽ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് പലപ്പോഴും ഓവർടേക്ക് ചെയ്യുന്നത്. ചിലത് ഇൻഡിക്കേറ്റർ ഇട്ടാ ഓഫ് ചെയ്യാനും മറക്കത്തില്ല. അത് ആ ഓട്ടോ ഓഫ് ചെയ്യാൻ മറന്നിട്ടില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഓൾവേസ് റെഡി ഫോർ ഓവർടേക്ക് എന്നുള്ള ലക്ഷണമായിരിക്കും ഫുൾ ടൈം ഇൻഡിക്കേറ്റർ. എനിക്കറിയത്തില്ല, അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് പതിയെ നമ്മുടെ സ്വതസിദ്ധമായ ഡ്രൈവിംഗ് പുറത്തെടുക്കുമ്പോൾ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ കാണിക്കുന്നത് അത് ഇവർക്ക് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു പോലീസ്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് നിർത്തിയിരിക്കുകയാണ് ആ പരിപാടി. പിന്നെ എനിക്ക് ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞൊക്കെ വെറും വേസ്റ്റാവും. ആരും കേട്ട് കാണത്തില്ല. അല്ലെങ്കിൽ ഭയങ്കര ക്ലിപ്പിംഗ് ആയിരിക്കും. ഈ മൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓസ്മോ മൈക്ക് മിനി 2 അതാണ് ബ്രാൻഡ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിംഗ് ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് വൈകുന്നേരം ഏതെങ്കിലും ഹോട്ടലെത്തുവാണെങ്കിൽ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട് അനുരാധപുര എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട്. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഓഫ് ചെയ്യുന്ന സ്ഥലം കണ്ടെത്തണം. ഫീല് കിട്ടിയെങ്കിൽ മറ്റേ ഗ്ലൗസ് കയ്യാണെങ്കിൽ ഒരു ഫീല് കിട്ടിയിരുന്നു. ബട്ടൺ എവിടെ, ഇതിപ്പോൾ ബട്ടൺ എവിടെ ഒരു ഐഡിയ ഇല്ല. ഇതായിരിക്കും